ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് ടിഫർ GS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന ആ എക്സാം, അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ടിഫറിലേക്ക് MSCക്കും അതുപോലെ തന്നെ MSc പ്ലസ് PhDക്കും അല്ലെങ്കിൽ PhD മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു എക്സാം ആണ്. സോ അതിന്റെ അപ്ലിക്കേഷൻ ഫോം ഔട്ട് ആയിട്ടുണ്ട്, എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ജസ്റ്റ് നിങ്ങൾ ടിഫർ GS 2026 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കും. അതിൽ ടിഫർ GS ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഹോം പേജ്. അതിൽ കണ്ടോ ടൈം ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാ എന്നാണ് എക്സാം ഡേറ്റ്, അപ്ലിക്കേഷൻ ഫോം എന്നാ തുടങ്ങുന്നത് എന്നൊക്കെ. ഓൺലൈൻ ആയിട്ട് 27 സെപ്റ്റംബർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ 2-3 ഡെഡ് ലൈനുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫീസ് അടയ്ക്കുന്നത് 12-ാം തീയതിക്കുള്ളിൽ അടയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം എക്സാം സിറ്റി, നിങ്ങളുടെ അടുത്തുള്ള എക്സാം സിറ്റി ചോയ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, അത് ചെയ്യണത് 19-ാം തീയതിക്കുള്ളിൽ. അപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നത് 26 ഒക്ടോബറിനാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് വരുന്നത് 2025 നവംബർ മിഡ് ആയിട്ടാണ് വരുന്നത്. അതിലെ എക്സാം ഡേറ്റ് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. 14-ാം തീയതി ആണ്, ഡിസംബർ 14-നാണ് എക്സാം ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ 2 സെക്ഷൻസ് ആണ്. അതിൽ മോർണിംഗ് സെക്ഷനും ഉണ്ട്, ഈവനിങ് സെക്ഷനും ഉണ്ട്. മോർണിംഗ് സെക്ഷനിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നുണ്ട്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ MSc വൈൽഡ് ലൈഫ് ബയോളജി ആൻഡ് കൺസർവേഷൻ, ഈ സബ്ജക്റ്റുകളൊക്കെയാണ് മോർണിംഗിൽ ഉള്ളത്. ഈവനിങ്ങിൽ വരുന്നത് ബയോളജി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സയൻസ് എഡ്യൂക്കേഷൻ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഡേറ്റുകൾ നോക്കുക. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം കിട്ടാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിൽ തന്നെയാണ് വരേണ്ടത്. പിന്നെ വേറെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫീസിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാ അപ്ലിക്കേഷൻ ഫീസ് എന്താ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് നോക്കാം നമുക്ക്. മെയിൽ കാൻഡിഡേറ്റിനാണ് 1000 റുപ്പീസ് ആണ്, ഫീമെയിൽ കാൻഡിഡേറ്റിനും അതേഴ്സിനും 500 ആണ് കേട്ടോ. ഇനി ടിഫർ എക്സാമിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ജനറൽ ഇൻഫർമേഷനിൽ ഈ ഫെലോഷിപ്പ് നോക്കി നോക്കാം. എന്താണ് ഈ ഫെലോഷിപ്പ്? PhD ഉണ്ട്, IPhD ഉണ്ട്, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ ഇതിലുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഏത് സബ്ജക്ട്, ഇപ്പൊ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ നോക്കിയിട്ട് ഏത് സബ്ജക്റ്റ് ആണോ വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ഇയേഴ്സിന്റെ ഉണ്ട് കണ്ടോ. 2024, 25 ഇപ്പൊ നേരത്തെ കഴിഞ്ഞ എക്സാമിന്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള യൂസ് ചെയ്യാം കേട്ടോ. ഈ പേപ്പേഴ്സ് ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. അതുപോലെ തന്നെ ഒന്ന് മോക്ക് ടെസ്റ്റ് ലിങ്ക് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺ, ഇതൊക്കെ അതിലുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും, സിലബസ്, എക്സാം ഇൻസ്ട്രക്ഷൻ, അതായത് എക്സാമിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമല്ലോ. അതായത് ഇപ്പൊ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ സിലബസ് നിങ്ങൾക്ക് അറിയണം. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ഏതാ വെച്ചാൽ അത് എത്ര മാർക്കിനാണ്, എല്ലാ കാര്യങ്ങളും, ഓരോ ക്വസ്റ്റ്യൻ എത്ര വെച്ചിട്ടാണ് പോകുന്നത്, നെഗറ്റീവ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്ലിക്കേഷൻ ഫോമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ അപ്ലിക്കേഷൻ ഫോം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.